ഡോക്ടർ ബി ജയരാജ്, ഈ കോടതി ഇന്ന് നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. സൈനികർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടർന്നുകൂടെ? അതായത് പരമാവധി പ്രകോപനം നേരിടുന്നവരാണ് സൈനികർ എന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഇത് മാതൃകയാക്കിയാൽ മാറുമോ പോലീസ് സംവിധാനം? ഇതിനകത്ത് ടെറൈൻ രണ്ട് ഡിഫറെന്റ് ആണ്. ഒന്ന്, ഒരു ശത്രു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡും സ്വന്തം രാജ്യത്തെ നിയമ സംവിധാനം. കോടതി ഉദ്ദേശിച്ചത് അടുക്കും ചിട്ടയുമുള്ള ഒരു പോലീസ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് മാത്രമായിരിക്കാം. അങ്ങനെ അതുമാതിരി ഒരു ഡിസിപ്ലിൻഡ്, അതെന്ന് വെച്ചാൽ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മളിപ്പോ നവകേരള സദസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെ ഈ ലാത്തി കൊണ്ട് അടിക്കുകയും ചെടിച്ചട്ടിയുടെ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ ഇലക്ട്രിക് ബാറ്റന്റെ അടുത്ത് ജനനേന്ദ്രിയത്തില്, കുട്ടികളുടെ ജനനേന്ദ്രിയത്തിൽ ഉപയോഗിച്ച പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. അന്നേരം ഇതൊന്നും ആരും കണ്ടില്ല. അതിൽ വലിയ ക്രൂരതയൊന്നും ഇവരാരും കാണിച്ചിട്ടില്ലല്ലോ. ഈ പുറത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പ്രവർത്തന രീതിയിൽ രണ്ടിനെയും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അതിക്രൂരമായ നിഷ്ഠൂരമായ നടപടികൾ മുമ്പുണ്ടായിരുന്നു. അതിനെയൊന്നും നമ്മൾ വെള്ളമൂച്ചുന്നത് ശരിയല്ല. അതിനെയും കൂടെ കാണണം. അതിനെ കൂടെ കണ്ടുകൊണ്ട് വേണം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് കാണിക്കണമെന്നോ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ.